ചർച്ചയിൽ കോൺഗ്രസിൽ നിന്നും അബിൻ വർക്കി, CPIMൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, BJPയിൽ നിന്നും പ്രശാന്ത് ശിവൻ എന്നിവരാണ്. ആദ്യം അബിൻ വർക്കിയിലേക്ക്. അബിൻ, ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ നിന്നാണ് 1306 ലിറ്റർ സ്പിരിറ്റ് പിടിച്ചത് എന്നാണെന്ന് എക്സൈസ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പണവും മദ്യവും ഒഴുക്കി വോട്ട് പിടിക്കേണ്ട ഗതികേടിലാണോ കോൺഗ്രസ്? സ്മൃതി, ഒന്നാമത്തെ കാര്യം, ഈ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ വീട്ടിൽ നിന്നും ഒരു സ്പിരിറ്റും പിടിച്ചിട്ടില്ല. ഏതോ ഒരാളുടെ വീട്ടിൽ നിന്ന് ഒരു സ്പിരിറ്റ് പിടിക്കേണ്ട, അയാൾ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി അങ്ങ് പറഞ്ഞു വയ്ക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, കുറച്ച് ദിവസമായിട്ട് പെട്ടിയായിരുന്നു വിഷയം. ഇപ്പോൾ പെട്ടി മടക്കി വെച്ച് സ്പിരിറ്റിലേക്ക് കടന്നു. ഇനിയിപ്പോൾ ഈ സ്പിരിറ്റ് പിടിച്ചതുമായി ബന്ധപ്പെട്ട് അത് ഞങ്ങൾ വലിയ ഗുരുതരമായൊരു വിഷയമായിട്ടാണ് കാണുന്നത്. കാരണം ഒരിക്കലും വ്യാജമദ്യവും സ്പിരിറ്റ് കടത്തും ഒന്നും സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല. കേരളത്തിൽ മദ്യവും സ്പിരിറ്റ് കടത്തും വളരെ വിസ്തരിച്ച് നടക്കാൻ പാകത്തിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നയങ്ങളുണ്ട്. പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ നേരത്തെ ഉള്ളതിൻ്റെ ഏതാണ്ട് 5 ഇരട്ടി ബാറുകൾ അനുവദിച്ചു. സ്പിരിറ്റ് കടത്തും അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി പാലക്കാട് ജില്ലക്കാരനായ ഒരു എക്സൈസ് വകുപ്പ് മന്ത്രിയെയും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഈ സ്പിരിറ്റ് കടത്ത് വിഷയം ഇത് വളരെ ഗുരുതരമായ വിഷയമാണ്. ഇത് പോലീസ് ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി പരിശോധിക്കണം. അപ്പോൾ തന്നെ ചെയ്യേണ്ടത്, ഈ സ്പിരിറ്റ് കേസിൽ ഇപ്പോൾ പ്രതിയായ ആ വ്യക്തിയും ഞാൻ പറയില്ല ശ്രീധരൻ, ഈ ശ്രീധരനുമായി ശരി, ഈ മുരളി ഇപ്പം നമുക്കറിയാമോ സ്മൃതി, ഈ നാട്ടിൽ സ്പിരിറ്റ് കടത്തുന്നത് ആരൊക്കെയാണെന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കലല്ലോ, അതുകൊണ്ട് അതിന് പേര് വിട്ടുപോയതാണ്, ക്ഷമിക്കണം. ഈ മുരളിയും അതുപോലെ തന്നെ കൊഴിഞ്ഞാമ്പാറയിലെ മുൻ പഞ്ചായത്ത് മെമ്പറും CPMൻ്റെ LC മെമ്പറുമായ ശ്രീധരൻ, ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് അവിടെ അന്വേഷിക്കണം, പോലീസ് അന്വേഷിക്കണം. 2, ഈ മുരളിയുടെ ഫോൺ രേഖകൾ പരിശോധിക്കണം. 3, മുരളിയുടെ ബാങ്ക് ട്രാൻസാക്ഷൻ പരിശോധിക്കണം. അപ്പോൾ ഈ ശ്രീധരനുമായിട്ടും അതുപോലെ തന്നെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായ മഹാലിംഗം CPMൻ്റെ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് അന്വേഷിച്ചാൽ അവിടെ പിടിച്ച സ്പിരിറ്റിൻ്റെ ഉറവിടം ഏതാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കേരളത്തിലെ പോലീസ് കഴിഞ്ഞ ദിവസം പെട്ടി അന്വേഷിക്കാൻ പോയതുപോലെയല്ല, CPM ജില്ലാ കമ്മിറ്റി ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിന്മേൽ കേസെടുക്കാതെ സ്ഥാനാർത്ഥി ഒരു അഭിപ്രായം പറഞ്ഞു, CPMൻ്റെ ജില്ലാ സെക്രട്ടറി മറ്റൊരു അഭിപ്രായം പറഞ്ഞു, NN കൃഷ്ണദാസ് എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ മറ്റൊരു അഭിപ്രായം പറഞ്ഞു. ഇതിനകത്ത് ഇപ്പോൾ പെട്ടി ഉണ്ടോ പെട്ടി ഇല്ലയോ, പെട്ടിയിൽ തുണിയാണോ മണിയാണോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള ചർച്ചയാണ് CPMനുള്ളിൽ നടക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട CPM ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ചെയ്യേണ്ടത്, അടിയന്തരമായി മുരളിയുടെ ഈ സ്പിരിറ്റ് കേസിൽ അകപ്പെട്ട മുരളിയുടെ അദ്ദേഹത്തിൻ്റെ ഫോൺ കണ്ടെടുത്ത് അദ്ദേഹത്തിൻ്റെ ഫോൺ കോളുകൾ പരിശോധിച്ച് അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ പരിശോധിച്ചിട്ട് അതിനകത്ത് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രീ കൺസെൻറ്റ് തന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് ഏത് സമയവും അറസ്റ്റ് ചെയ്യാം, ആരെ വേണമെങ്കിലും കൊണ്ടുപോകാം. പക്ഷേ അതല്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ CPMൻ്റെ ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിക്കുകയാണ്, ധൈര്യമുണ്ടെങ്കിൽ ഈ സ്പിരിറ്റ് കേസിലെ ആ പ്രതിയുടെ ഫോൺ രേഖകളും ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷനും പുറത്തുവിടാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഒരു നിയോജക മണ്ഡലത്തിന് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.